ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ വരുന്ന ജൂൺ 2025 CMA ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകൾക്ക്, ഇപ്പോൾ ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ മറ്റ് സബ്ജക്റ്റുകൾക്കുള്ള വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സസോ നോട്ട്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട്. ആ വീഡിയോ പർട്ടിക്കുലറായിട്ടുള്ള വീഡിയോ നിങ്ങൾ കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റാണ്. ഈ ഒരു സബ്ജക്റ്റ് പറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യം ഭയങ്കര ലെങ്തിയാണ്, അതുപോലെ ടഫാണ്, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളത് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണ്, ഇതിൽ ഏറ്റവും നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിലെ ഏറ്റവും സ്കോറിംഗ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റാണ്. നമുക്ക് ഇതിന് ഏകദേശം ഒരു 1 ഡേ നമ്മൾ ഫുൾ ഫോക്കസ് കൊടുത്തിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു നോട്ട് ആവശ്യമാണ്, നമുക്ക് കറക്റ്റ് രീതിക്കുള്ള പ്രസൻറ്റേഷൻ ആവശ്യമാണ്. കാരണം നമ്മൾ എക്സാമിന് എങ്ങനെയെങ്കിലും നമ്മൾ ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ ആ പോയിൻറ്റ്സും അതിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 100 മാർക്കിന് എങ്ങനെ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് പഠിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ഫുള്ള് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾ ഇന്ന ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ഏതൊക്കെ ചാപ്റ്റർ നോക്കണം എന്ന് ഞാൻ പറയാം. ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ നോക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റാണ്. ബേസിക് കോൺസെപ്റ്റ് ഈ ചാപ്റ്ററിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് നോക്കുക, ഇതിനകത്തുള്ള എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ കവർ ചെയ്യുക. അതുപോലെ സെക്കൻഡ് ചാപ്റ്ററാണ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കമ്പനീസ് ആക്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. കമ്പനീസ് ആക്ടിൻ്റെ ആ പ്രൊവിഷൻസ് എന്ന ചാപ്റ്റർ ലെങ്തിയാണ്, പക്ഷേ എളുപ്പമാണ് പഠിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് അണ്ടർടേക്കിങ്സ്, ഈ 3 ചാപ്റ്ററാണ് ശരിക്കും നമുക്ക് ഓഡിറ്റിലുള്ളത്. ഈ 3 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. നല്ല എളുപ്പമാണ്, പക്ഷേ നമുക്ക് കുറച്ച് ടൈം നമ്മൾ അതിന് കൊടുക്കണം, എങ്കിലേ നമുക്കത് കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 3 ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഓഡിറ്റിൻ്റെ 3 ക്വസ്റ്റ്യൻ കിട്ടും. 3 ക്വസ്റ്റ്യൻ 14 മാർക്കുള്ള 3 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 42 മാർക്ക് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് കിട്ടും. അതുമാത്രമല്ല, നമുക്ക് എന്തും കിട്ടാറുണ്ട്. നമുക്ക് 15 MCQ വരുന്നതിൽ 10 MCQയും എപ്പോഴും ഇതിൽ നിന്നാണ് വരുന്നത്. എപ്പോഴും 10 MCQ ഇതിൽ നിന്നും, 5 MCQ കമ്പനി ഓഡിറ്റ് ചെയ്യുന്നു, കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ നിന്നും, ബാക്കി 10 MCQ ഈ ഓഡിറ്റിൽ നിന്നാണ് എപ്പോഴും ചോദിക്കുന്നത്. അതായത് 20 മാർക്കിന് ചോദിക്കുന്നത് ഇതിൽ നിന്നാണ്. പോട്ടെ, നമുക്കൊരു ആവറേജ് 10 MCQ എടുക്കണ്ട, നമുക്കൊരു 8 MCQ എടുക്കാം. 8 MCQ എടുക്കുവാണെങ്കിൽ 10 MCQ ചോദിക്കാറുണ്ട്, നമുക്ക് 8 MCQ എടുക്കാം. അതിന് 2 മാർക്ക് വെച്ചിട്ട് 16 മാർക്കും കിട്ടും. അങ്ങനെ ടോട്ടൽ നമുക്ക് 58 മാർക്ക് ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഏരിയ, ഈ 3 ടോപ്പിക്ക് നമ്മൾ പഠിച്ചാൽ ഈ പറഞ്ഞ പേപ്പറിൽ നിന്ന് നമുക്ക് പേപ്പർ 10ൽ നമുക്ക് 58 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 3 ഏരിയ നിങ്ങൾ പഠിച്ചാൽ മതി, 58 മാർക്ക് കിട്ടും. വിത്ത് MCQ നിങ്ങൾക്ക് ഞാനിപ്പോൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, നോട്ട് തരുന്ന സമയത്ത് ഞാൻ അതിനകത്ത് നോട്ടും MCQ എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ട നോട്ടായിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ആയിക്കോട്ടെ, MCQ ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് തന്നാണ് ഞാൻ ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളും ആ രീതിക്ക് നന്നായിട്ടത് പഠിച്ചാൽ മതി. ഈ 3 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ 58 മാർക്സ് നിങ്ങൾക്ക് സെക്യൂർഡ് ആവും. അത് 60 കിട്ടും, പക്ഷേ ഞാനൊരു ആവറേജ് 58 പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, നമുക്ക് ടോട്ടൽ 5 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിൽ 3 എണ്ണം നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ദെൻ അടുത്ത നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആണ്. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് നല്ല എളുപ്പമാണ്. നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ഇതിൽ നിന്നാണ്. A പാർട്ട് ഷെയറും B പാർട്ട് ഡിബഞ്ചറും, ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ്. ഇതെല്ലാ അറ്റംപ്റ്റിലും 14 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. മാത്രമല്ല ഇതിൽ നിന്ന് ഒരു MCQയും വരാറുണ്ട്, അതായത് 2 മാർക്ക് അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്കിതിൽ നിന്ന് 16 മാർക്കിന് വരും. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് ഇൻഷുറൻസ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഈ ചാപ്റ്ററിൽ നിന്നും എല്ലാ അറ്റംപ്റ്റിനും 14 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഒരു MCQയും ചോദിക്കാറുണ്ട് 2 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 16 മാർക്ക്. അപ്പോൾ വീണ്ടും എഗെയിൻ 16 + 16, അപ്പോൾ നമുക്ക് 32 മാർക്ക് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ കിട്ടിയ 58 + 32, അപ്പോൾ എത്രയായി? 100. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാം ഇപ്പോൾ P&L അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ക്യാഷ് ഫ്ലോയോ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും ചാപ്റ്റേഴ്സ്, ഈ 5 ചാപ്റ്റർ, ബേസിക് കോൺസെപ്റ്റ്, ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് അണ്ടർടേക്കിംഗ്, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കമ്പനീസ് ആക്ട്, ദെൻ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇൻഷുറൻസ് ബാങ്കിങ്, ഈ 5 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ, ASO ഒന്നും പഠിക്കണ്ട, ഈ 5 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 100 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. 80 മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. അതിൽ കൂടുതൽ പറ്റും കറക്റ്റ് എഴുതി കഴിഞ്ഞാൽ.
കട്ട് ഓഫ് ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയായാലും 80 മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പ്രാക്ടിക്കലി ചെയ്തിട്ടുള്ളതാണ്, റിസൾട്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഞാനിത് സജസ്റ്റ് ചെയ്യാറുള്ളതാണ്. അവർ ഫോളോ അപ്പ് ചെയ്ത് നല്ല റിസൾട്ടും എക്സംഷനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ കറക്റ്റ് മനസ്സിലായി ഏത് സബ്ജക്റ്റ് ആയാലും എങ്ങനെയാണ് മാർക്ക് സ്കോറിങ് എന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ കാര്യം നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ക്ലാസ് തരുന്നത്, ഇപ്പോൾ നോട്ട്സ് നിങ്ങൾക്ക് നോട്ട്സ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് മാത്രം വാങ്ങാം, അല്ല ക്ലാസ്സും കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. ഈ പറഞ്ഞ 5 ചാപ്റ്റേഴ്സിനുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലാസ്സും നോട്ടും നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് MCQ വിത്ത് പ്രീവിയസ് ഇയർ ഞാൻ തരുന്നുണ്ട്. ഇത് ഏകദേശം നിങ്ങൾക്കൊരു 24 hours, അതായത് ഒരു 24 മണിക്കൂർ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ഒരു ദിവസം ഫുൾ ഫോക്കസ് ഈ സബ്ജക്റ്റ്, ഈ പർട്ടിക്കുലർ ചാപ്റ്ററിന് കൊടുക്കാനുണ്ടെങ്കിൽ, 24 hours കൊടുക്കാനുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ അത്രയും ഷുവർ ആയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ബിക്കോസ് ഇത് നല്ല എളുപ്പമാണ്. 24 hours നിങ്ങൾക്ക് കൊടുക്കാനുണ്ടാവണം. പ്രോപ്പറായിട്ട് ഇത് പഠിക്കുകയും വേണം. ഇങ്ങനെയാണ് ഇതിൻ്റെ വെയിറ്റേജ് വരിക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ റിസ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും സ്കിപ്പ് ചെയ്യാം. അത് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്കിപ്പോൾ കവർ ചെയ്തില്ല, ഓക്കെ എനിക്കിത് വേണ്ട, ബാക്കി എനിക്ക് 4 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 അറ്റംപ്റ്റ് ചെയ്യാം. 5 അറ്റംപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു 10-20 മണിക്കൂറിൽ അത് കാര്യം കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൺ റിസ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഈ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. വിത്ത് പ്രീവിയസ് ഇയർ മാക്സിമം ക്വസ്റ്റ്യൻ തരും. 1, 2, 3 ക്വസ്റ്റ്യൻസിലല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടാവുന്നതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ എല്ലാം നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ MCQ കാര്യങ്ങൾ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ ഇതിൻ്റെ ക്ലാസ്സോ നോട്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നോട്ട്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഇതായും, ക്ലാസ്സും കൂടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MCQ കാര്യങ്ങളും പ്രീവിയസ് ഇയറും എല്ലാം ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ക്ലാസ്സിൻ്റെ റേറ്റ് വരുന്നത് 650 റുപ്പീസാണ്. 650 റുപ്പീസിന് നിങ്ങൾക്ക് എല്ലാം തരും. ക്ലാസ്സും നോട്ടും പ്രീവിയസ് ഇയർ MCQ എല്ലാം നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടത് എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതുപോലെ മാനേജ്മെൻറ്റ് എല്ലാ സബ്ജക്റ്റുകൾക്കും 8 സബ്ജക്റ്റുകൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതേ രീതിക്ക് തന്നെയാണ് എല്ലാത്തിനും 650 റുപ്പീസ് തന്നെയാണ് വരുന്നതും. എല്ലാത്തിനും ഞാൻ ഇതേപോലെ തന്നെ പർട്ടിക്കുലറായിട്ട് 100 മാർക്കിന് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്ക് ഫുൾ സ്കെഡ്യൂൾ ചെയ്ത് തരും. നിങ്ങളത് പഠിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ലോയും മാനേജ്മെൻറ്റൊക്കെ ആണെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചും കൂടി ലെങ്തി ആയതുകൊണ്ടാണ് 24 hours ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ റിസ്കിൽ ഏതെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്താൽ വേണമെങ്കിൽ ആ ഒരു ടൈമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇനിയുള്ള ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാക്സിമം യൂസ് ചെയ്ത് ഈ ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് സ്കോർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടാക്സേഷൻ ആണെങ്കിലും ഇപ്പോൾ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് യൂസ് ചെയ്യുക. ടാക്സേഷനിലും ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഒരു 100 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുള്ള ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് പ്രീവിയസ് ഇയർ എല്ലാം തരുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു വർക്കൗട്ട് സെഷൻ പോലെ നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഇൻ കേസ് ക്ലാസ് വാങ്ങിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നോട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും യൂസ്ഫുൾ ആയൊരു മെത്തേഡാണിത്. ഈ പറഞ്ഞ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. സോ നന്നായിട്ട് നോക്കുക. ഇൻഷുറൻസ് ബാങ്കിങ് ഒക്കെ പൊതുവിൽ എല്ലാവരും ടഫാണെന്ന് കരുതി മാറ്റി വെക്കുന്നതാണ്. പക്ഷേ ഏറ്റവും ഈസി ചാപ്റ്റർ അതാണ്. സോ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ അറ്റംപ്റ്റിൽ നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക കേട്ടോ.